കർത്താവിൻ്റെ ദാസന്മാരെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അതിന് തെളിവാണ് ഞാൻ ഹല്ലേലൂയ. എനിക്ക് എൻ്റെ സാക്ഷ്യം അല്പസമയം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളാം. ഞങ്ങൾ ചില വർഷങ്ങളായി ഞങ്ങൾ കുടുംബമായി യുഎയുടെ പ്രദേശത്തായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസൻ മുമ്പേ പറഞ്ഞ പോലെ 2021 മാർച്ച് 21 കോവിഡ് എന്ന മഹാമാരി ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു. ഞങ്ങൾ മെഡിസിൻ ഡിപ്പെൻഡ് ചെയ്ത ഒരു ജീവിതമല്ലായിരുന്നു. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡില്ല. എന്നാൽ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചു. 3 പ്രാവശ്യം ആംബുലൻസ് എന്നെ കൊണ്ടുവന്ന് വന്നു. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഇല്ല, സഫോക്കേഷൻ ഇല്ല, മറ്റു പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഈ 2 കൈയും നമ്മൾ കാന്താരി മുളക് അരച്ചു തേച്ചാൽ എങ്ങനെ പുകയും അങ്ങനെ പുകയുവാൻ തുടങ്ങി. ആ പുകച്ചിൽ കൂടുമ്പോൾ എൻ്റെ നെഞ്ചിടിക്കും, രാത്രി ഉറക്കമില്ല. ഞങ്ങൾ 2 പേരും മാത്രമുള്ള ഷാർജയുടെ പ്രദേശത്ത് ഒരു മനുഷ്യരെ ഞങ്ങൾക്ക് കാണാനോ. അന്നേരമാണ് എൻ്റെ പ്രിയ ദൈവമക്കളെ മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടത്. എൻ്റെ മാതാപിതാക്കന്മാരെ ഒന്ന് കാണാനോ എൻ്റെ സഹോദരങ്ങളെ കാണാനോ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഞങ്ങൾ 2 പേരും കർത്താവും മാത്രമായിരുന്നു. അങ്ങനെ 2021 മാർച്ച് 21 ഞങ്ങൾ വെളുപ്പിനെ 5 മണിക്ക് ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഞാൻ കുഴിഞ്ഞു വീഴുവാനിടയായി. എൻ്റെ കാലുകൾ മരണത്തിലേക്ക് നീങ്ങുവാനിടയായി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വെച്ചാൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ എടുത്ത് കട്ടിൽ കിടത്തുവാനിടയായി. ഞാൻ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാനിടയായി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, അനേക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാതെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ വാഗ്ദത്തങ്ങളെ ഞാൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. കർത്താവേ, എന്നെ ഈ മരണത്തിൽ വിടുവിച്ചാൽ ഞാൻ നാട്ടിൽ കടന്നുപോയി ഭവനങ്ങൾ കയറിയിറങ്ങി യേശു വിടുവിക്കുന്ന ദൈവമോട് പറയും. കാരണം എല്ലാവരും മെഡിസിനും എല്ലാവരെ കൈവിട്ടു. ആരും രക്ഷിപ്പാനില്ല. കർത്താവിന്റെ മുറിയിൽ ഇറങ്ങി വന്നു. പ്രസംഗത്തെ പ്രസംഗം കൊണ്ട് കണ്ടിക്കാം, ആശയത്തെ ആശയം കൊണ്ട് കണ്ടിക്കാം, അനുഭവത്തെ കണ്ടിപ്പാൻ ആർക്കും ദൈവസേന എടുത്ത തീരുമാനം. ഞാൻ പറഞ്ഞു, നാട്ടിൽ കടന്നുപോയി യേശു വലിയവനെന്നോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ലക്ഷ്യമില്ലാതെ നിന്നെ സാക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ വൈകുന്നേരം ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. അന്ന് ഞങ്ങൾക്ക് അവിടെ ലീവാണ്. ഒരു മെഡിക്കൽ സെന്ററിൽ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 7 ദിവസം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വരാൻ പറഞ്ഞു. ഞാൻ കടന്നിരുന്ന മലയാളി ഡോക്ടറായിരുന്നവരോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. അവരെന്നെ പരിശോധിച്ചപ്പോൾ 2 കൈയുടെ വെയിനും കട്ടായി. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ ഇൻജക്ഷൻ തരികയും 1/2 മണിക്കൂർ എന്നെ അവിടെ ഇരുത്തി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി എന്ന കർത്താവിനെ പൂർണ്ണമായി വിട്ടുവെച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ കടന്നു നോക്കിയപ്പോൾ നെഗറ്റീവായി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. കാരണം ആ മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടതാണ്. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ബിസിനസ്സും എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഞങ്ങൾ മാർച്ച് 21 നാട്ടിൽ കടന്നു വരുവാനിടയായി. ശ്രീദേവങ്ങളെയും ചുരുക്കമായി പറഞ്ഞുകൊള്ളട്ടെ. അവിടെ മുതൽ ഞങ്ങൾ കല്ലിമല ദേശത്താണ് പാർക്കുന്നത്. ഞങ്ങൾ പാർക്കുന്ന എല്ലാ ചുറ്റുപാടും ഹിന്ദുക്കളെ അവിടെ എല്ലാം കടന്നു ചെന്നു. എൻ്റെ യേശു ഒരു ലക്ഷ്യമില്ലാതെ സാക്ഷ്യം വഹിച്ചു. ഒരു ദൈവോധനം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 2 കൊരിന്ത്യർ 1:20 ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ നമ്മിൽ ഉവ്വെന്നത്രേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വെന്ന് മാത്രമാണ്. നിങ്ങൾ എന്നിനോടും പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കെതിരെ ഏത് സർക്കംസ്റ്റാൻസസും കടന്നു വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട. ഉറച്ചു നിൽക്കുകയാണ്. കർത്താവ് നമ്മെ വിട്ടുവെക്കുന്നതിനുമാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. അവിടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചു പ്രിയമുള്ളവരെ. ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരും. വരും താമസിക്കില്ല. കർത്താവിന്റെ വരവാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി അവരെയും സഹായിക്കട്ടെ. ദാസൻ പ്രിയരെ കുറിച്ചാണ്ട് ഞങ്ങളുടെ സ്നേഹിതരാണ്. ഭാഗമായി മിനിസ്ട്രിയുടെ ഭാഗമായി ഞങ്ങളുടെ മ്യൂസിക്കാണ് മ്യൂസിക് കൂടെ ഗാനം ആലപിച്ച കർത്താവിന് വേണ്ടി ചെറിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കുടുംബമായി ദൈവം സാഹചര്യം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഈ സാക്ഷ്യത്തിന് സമയം അനുവദിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് ഇരുന്നുകൊള്ളുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.